ഇപ്പൊ കിട്ടിയില്ലേ 3 പേർക്കും? എല്ലാവർക്കും കിട്ടിയ? എല്ലാവർക്കും കിട്ടിയാ? എനിക്ക് വന്നില്ല. ഇപ്പൊ നിനക്ക് ഇനി എന്തിനാണ് നമ്മൾ ചെയ്യണം? സ്റ്റാർട്ട് കൊടുത്താൽ മതി. എന്തൊരു ജോലി നോക്കട്ടെ. പിന്നെ ആവശ്യമില്ല. എന്തൊരിത് എവിടെ ഇരിക്കുന്നത്? ഡേയ് ഹലോ അമ്പത്തൂര് ഏതോ ഒരു മുതുക്ക് വണ്ടി എടുത്ത് തന്നടാ കയ്യില്. വണ്ടിക്കകത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് ഇത് എടുക്കണം. ഇവിടുത്തെ ലോഡ് മൊത്തം എടുത്ത് ഈ ബോട്ടിൽ കയറ്റണം. എവിടെ ലോഡ്? ലോഡ് എവിടെ? ഇവിടെ കുറെ ഇത് നിറകട്ടാ? ഇല്ലില്ല, വണ്ടിയിൽ വരണം. ആ വണ്ടി ഓടിച്ചോണ്ട് വരണം. വണ്ടി ഓടിച്ച് എവിടെ വരണം? ഇവിടെ കണ്ടെയ്നർ. ഓക്കെ ഓക്കെ കവിത, അത് അകത്തോട് വരണം. ഓ ഓക്കെ 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 ഓക്കെ. ഒരു വണ്ടി ടയർ ഫ്രണ്ട് ടയർ വലുതും ബാക്ക് ടയർ ചെറുതുവാ. എന്ത് ടൈപ്പ് വണ്ടികൾ ഇതൊക്കെ? കഥ പറഞ്ഞോണ്ടിരിക്കാതെ സാരം കയറ്ററാ. എന്നെ പണിക്കാരനാക്കി എന്നെ കയറ്റിയാ. നീ ഒന്ന് പണിയിടാകോട്ടെ പട്ടികളെ. ആരും ആന വണ്ടി എടുത്ത് വന്നിട്ട് ഇപ്പൊ എന്തിനാണ് നിങ്ങളെ ജോലി? അപ്പൊ എന്തിന് വെറുതെ ഇരിക്കലാ? താക്കത്തൊക്കെ കൺട്രോളാ? ആരോ? ഏതാരോ? ഏത് ഏത്? എടാ താക്കത് ഏതാ? അമ്പത്തൂര്? എടാ അമ്പത്തൂര് പെണ്ണിന്റെ അടുത്ത് കൊഞ്ചലെ പുണ്ടച്ചി ഇത് കാര്യം പറയണ. പൊക്കിട്ട് അതിന്റെ മണ്ണനോട് ചേർത്ത് വെച്ച് ചേർക്കണ്ണ താക്കണ്ണ താക്ക് അറ്റാച്ചാക്കണ്ണ അറ്റാച്ചാക്കണ്ണ കുറച്ച് ബാക്കിലെടുത്ത് അണ്ണ ഇനി കൊണ്ടോ കൊണ്ടോ കൊണ്ടോ. എവിടെ കൊണ്ടുപോകണം? ആ സ്ഥലം കാണിച്ചിട്ടുണ്ട്. ബോട്ടിൽ വെച്ചിട്ടില്ല. ബോട്ടിൽ കൊണ്ടിടണം. ബോട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യണം. ഇതെന്ത്? എന്റെ ഇവിടെയാണ്. ഓ സോറി അണ്ണാ, ബോട്ട് പറയുമ്പോ എനിക്ക് തോന്നി. അണ്ണാ പൊക്കിട്ട് അതിന്റെ അകത്തോട്ട് ചേർത്ത് അണ്ണാ. ഇവിടെ നിന്നാ അവിടെ നിന്ന് വെള്ളത്തിൽ പോകുന്നതാണ്. ഇങ്ങോട്ട് വന്നാ വല്ലാത്ത പാട് തന്നെ അമ്പത്തൂര് ഇതൊക്കെ. എടാ നിങ്ങളെന്തിന് ഗ്രൂപ്പ് ജോബ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ പണിയെടുപ്പിക്കുന്ന? നിങ്ങളെന്തിന് കൺട്രാക്ട് കൊടുക്കോ ജോലി? ഒന്ന് പണിയെടുക്കോട്ട്. പണിയൊക്കെ ഉണ്ടാണ്. ഞാൻ ബോട്ട് കുറച്ച് അടുപ്പിക്കട്ടെ. നിങ്ങള് ബാക്കി നിങ്ങൾ എടുത്തോ. പത്തൂര് ബാക്കി ലോഡ് കയറ്റി പോ. പിറകെ വെളി ചെയ്തിട്ട് പണിയെടുക്കാതെ അവിടെ നിന്നിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ഇതെല്ലാരും അടുത്ത നീയാണ് കേട്ടാ. നിനക്കും പണിയെടുക്കാം. ഇതാരാണ്? ഇതാരാണ് ബ്രോ? പേരെന്തിനാണ്? ഹരിയാ? ഏത് ഹരിയാണ് ബ്രോ? ബ്രോയുടെ ഗേൾഫ്രണ്ടാണോ കുട്ടി? ഓ അതെ അതെ. ബ്രോ നമ്മള് ജോബിന് വിളിച്ചാണ്. വേറെ അത് പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട. ഇല്ല ഞാൻ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അമ്പത്തൂര് നീ എന്താ കാണിക്കുന്നത്? അമ്പത്തൂര് അതത് താത്തോ? നീ എന്താ കാണിക്കുന്നേ? നിനെക്കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പറ. പണിയെറിയുന്ന ആരെയും ടി വി എടുക്കാം. നിന്നെ കളയാം. ഗ്യാങ് റെഡിയാണ്. അമ്പത്തൂരെ പറ്റൂലേ. ഞാൻ കൈ കൊണ്ട് എടുത്ത് വെക്കണോ? ഞാൻ കൈ കൊണ്ട് എടുത്ത് വെക്കാൻ. അമ്പത്തൂര് എന്റെ ഡ്രസ്സ് മാറിപ്പോടാ. ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഡ്രസ്സിൽ. നിങ്ങൾക്കൊക്കെ പണിക്കാരന്റെ ഡ്രസ്സ് വന്നിട്ടില്ലല്ലേ?
നിനക്ക് ഇവിടെ തന്നെ കാണിക്കുന്നത് സാധനം വെക്കാൻ. അവിടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് റോബറിക്കാണ് കേട്ടാ. ജോബ് നമുക്ക് സെറ്റ് ആകത്തില്ല. നമുക്ക് സെറ്റ് ആകത്തില്ല നമുക്ക് സെറ്റ് ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ റോബറിക്ക് തന്നെ നമുക്ക് കള്ളത്തരമില്ലാതെ പറ്റത്തില്ല. പോലീസുണ്ട്. കൂടിപ്പോയി 25 കിട്ടില്ല. 25 ലക്ഷം കിട്ടും. ഇത് ചെയ്തിട്ടില്ല ലാഭം. ഒരാൾക്ക് 25 ലക്ഷം രൂപ. അല്ല നമ്മള് ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ ജോബ്സ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊന്നും ചെയ്തോണ്ടിരിക്കുന്നു. നമ്മളെ ഭയങ്കര പാടാന്ന് ആണല്ലേ? ഇപ്പൊ മണ്ടത്തരായല്ലേ നമ്മളെല്ലാരും വിളിച്ച് കയറ്റിയത്. ചെയ്തിട്ടാ എല്ലാ പൈസ ഇപ്പൊ മരത്തിന് അടിക്കൂല. ഞാൻ ഇപ്പൊ വെയിറ്റ് നമ്മളെല്ലാരും ഒരുമിച്ച് അടിച്ചു കറക്ക ഞാൻ ഇറക്കണില്ലേ സാധനം ഇറക്കണില്ല. അമ്പത്തൂര് സാധനം ഇവിടെ രണ്ട് ഇനി ഇന്റെ അത് തിരിയണം. ഈ ബോട്ടുമായിട്ട് നമ്മൾ പോകുന്നത് എന്നിട്ട് ഇവിടുത്തെ ഇതിന്റെ പണി ചെയ്യുന്ന സ്ഥലത്തോട്ടാണ്. അണ്ണ ബോട്ട് പഠിക്കാൻ പഠിക്കണം അണ്ണ. എവിടെ 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 നീ ഒന്ന് മാറ, ഞാൻ ഓടിച്ചോളാം. ഇതൊക്കെ എനിക്കറിയാം. KGF ഇതിനകത്ത് നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഹോട്ട് വെയർ എഞ്ചിൻ ഇവ ഇടയ്ക്കറി ഓണാക്കി ഓഫ് ആക്കിയാണ്. അതെന്റെ സീനാണത്. ഇത് എക്സലാൻഡിസ് ആണ്. എക്സലാൻഡിസ് എങ്ങനെയാ കയറുന്നത് ബ്രോ? എല്ലാ സെറ്റിലും കയറുന്ന പോലെ തന്നെ അവിടെ നോക്കി കയറിയത്. അപ്പൊ ലിങ്ക് കൊടുത്തേക്ക് ലിങ്ക് ത്രൂ കയറുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പൊ എന്തിനാണ് ഞാൻ പറഞ്ഞു വന്നത്? മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക. നമ്മള് 1000 മെമ്പർഷിപ്പ് എത്തിക്കാൻ നോക്കുകയാണ്. ഞാൻ അതിൻ്റെ അത് വീഡിയോ ഇടാം. നീ ഒന്ന് ചുമ്മാതിരിക്കുവോ പത്തൂര്? അതിന്റെ ചുമ്മാ ഒരു രസം ഫണ്ണായിട്ടത് കറങ്ങി വന്നതാണ്. എടാ പറഞ്ഞു തെറ്റിക്കാ. അമ്പത്തൂരാണ് എന്നെ പറഞ്ഞു തെറ്റിച്ചത്. പുണ്ടച്ച് അമ്പത്തൂര് തെറ്റിക്കല്ലേ പറഞ്ഞുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കറക്റ്റല്ലേടാ പോകുന്നത്. അതല്ലാതെ ഇന്നലെ പറഞ്ഞ എന്നെ ഡിമെൻസിറ്റി എടാ എന്നെ ഡിമെൻസിറ്റി അപ്പായിട്ടില്ല. അപ്പല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ഇന്ന് അപ്പാവുന്നതാണ് അവർ പറഞ്ഞത്. അപ്പം പറഞ്ഞ് നാളെ ആവുള്ളൂന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് റെഡിയിൽ വന്നു കഴിഞ്ഞത്. അതേപോലെ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാവരും പുതിയ മെമ്പർഷിപ്പ് ഗ്രൂപ്പ് ലിങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറണേ. കുട്ടി പോലെ 2786 പൈസ കിട്ടിയില്ലല്ലേ? എന്നിട്ട് 30 13 ഇനിയുണ്ടാ ചെയ്യാ? അപ്പൊ കഴിഞ്ഞില്ലേ? കേറ്റി വിടൂ എന്നെ. നീ കേറാൻ പറ്റില്ല. ഇത് വേണ്ടായിരുന്നു കേട്ടാ. ഇത് പക്ഷെ കൊടുക്കാത്ത പണിയായി പോയി കേട്ടാ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ 25 ലക്ഷം മേടിച്ച് പോയാതാണ് വിചാരിച്ചത്. ബോട്ട് കൊണ്ടുപോയി തിരിച്ചു പോയാ. ഇസവല്ലേ ഏതാര് പ്രേതപ്പെടോ? ഇസവല്ലേ പേടിപ്പിക്കാൻ. ഇവിടെ ഇത് വീണ് ചത്ത് തന്നെ പൈസ പോകും കേട്ടാ. സംഭവം അതാണ് പരിപാടി. ഇത് ഏറ്റവും മുകളിലാണ് ഇത് കയറേണ്ടത്. ഈ ബോട്ടിൽ സാധനം കൊണ്ട് ഇട്ടിട്ട് എന്തിരിത്? ഇത് വല്ലാത്ത തരം ജോലിയായി പോയി കേട്ടാ. ആ സിമ്പിൾ എന്നുണ്ടല്ലേ? നമ്പാടി ബ്രോ ആയി
ആദ്യ ബ്രോ താങ്ക് യു ഫോർ ദ മെസ്സേജ് ബ്രോ. എന്തൊക്കെ കാണിക്കാനായിട്ട് ഇനി മോളിൽ പോകണം. ഇവിടെ എന്തിനാ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. അണ്ണ ഇനിയാണ് ഇവിടെ അണ്ണ താഴെ കണ്ടോ അണ്ണ? താഴെ താഴെ ബാറ് കണ്ടോ അണ്ണ? ഏത് ബാറ്? വെള്ളം അടിക്കുന്ന ഗ്യാസ് സൈഡ് ക്വസ്റ്റ് കണ്ടോ അണ്ണ? അത് രണ്ടും അത് രണ്ടും നമ്മൾ ആക്കണം. ഇവിടെ ഓരോ ജോബുകളുണ്ട് അണ്ണ. എവിടെ എവിടെ സൈറ്റ് എവിടെ? ആ എന്റെ കളക്ടഡ് ഗ്യാസ് പ്രോഗ്രസ് ഒന്നും ഇത് കണ്ട ഈ മെഷീൻ കണ്ട ഈ മെഷീൻ വെച്ചിട്ട് അല്ല എന്റെ ഇപ്പുറത്തെ നടക്കുന്നില്ല. ഇത് മെഷീൻ അല്ലേ? ഈ മെഷീൻ അല്ലേ ഇത്? ഈ ലോഡ് ഇപ്പൊ നമ്മള് കൊണ്ടുവന്ന ലോഡ് എല്ലാം എടുത്ത് കൊണ്ടുവെക്കും. ലോഡ് ഈ സാധനം എല്ലാം നമ്മൾ വണ്ടി എവിടെ? ലോഡ് കൊണ്ടിട്ട് കണ്ടോ? ഓ അങ്ങനെ നമ്മളെ പണി ഉണ്ടല്ലേ? ഈ ലോഡ് അല്ല ഈ അടിച്ച് ഒരു ലോഡ് എടുക്കും. കണ്ണൻ ഈ മാപ്പിൽ ബ്ലിപ്പ് കാണിക്കും. ഇത് ഓരോ ബ്ലിപ്പുകളാണ് വട്ടം വട്ടം. മണി ഉണ്ടായിരുന്നല്ലേ പത്തൂര്? മാപ്പിൽ കണ്ട ഒരു ബോക്സ് കണ്ട ബോക്സ് കാണിക്കും. നോക്കിയേ, ഇത് വെക്കുന്ന ഒരു ബോക്സ് കാണിക്കുന്നുണ്ടാണ് മാപ്പില്. ഈ ബ്ലിപ്പ് അല്ലേ അണ്ണ? കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ അത്? ഇതില് ചുറ്റും നോക്കിയാ മതി. അതിനിടണോ അവന്റെ പേപ്പറിൽ എന്തായാലും സാര കിടത്തുള്ളത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മള് പെട്ടല്ലേ അമ്പത്തൂര്? ഇത് കൊണ്ടുവച്ചപ്പോ 3 ബോക്സ് ഉള്ളായിരുന്നല്ലേ? ഇപ്പൊ എണ്ണം കൂടിയല്ലേ അമ്പത്തൂര്? നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്യണം. ഇതൊക്കെ പെട്ടെന്ന് തീരും. മനസ്സിലാണ? സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ ഉള്ളൂ അമ്പത്തൂര്. ഇത് എത്ര അമ്പത്തൂര്? ഒരു കിൻഡൽ സാധനം ഉണ്ടല്ലേ അമ്പത്തൂര്? അല്ലോ അണ്ണ ഇവിടെ റോസ് വന്നു. എന്തിന്റെ അമ്പത്തൂര്? ഇത് ചതിയായിരുന്നു അമ്പത്തൂര്. ഏറ്റവും എളുപ്പമുള്ള സാധനം തരാൻ പറയുമ്പോ എനിക്ക് ഏറ്റവും പാടുള്ള സാധനം കണ്ടുപിടിച്ചത് അല്ലേ? എന്തിന്റെ ആവശ്യമായിരുന്നു എനിക്ക്? മര്യാദക്ക് അവിടെ വല്ല അമ്പത്തൂര് ഇത് തീർന്ന ഉടനെ ഇവിടെ നിന്ന് വലിയ അമ്പത്തൂര് റോബറി ശരിയാവൂല. കൂലിപ്പണിക്കൊക്കെ ഒരു ഗ്യാങ്ങിന്റെ കോലീഡറായിട്ട് നീ എന്നെ കൂലിപ്പണിക്കാണ് അമ്പത്തൂര് കൊണ്ടുപോകുന്നത്. വെറും കൂലിപ്പണിക്ക് ഒരു എന്റെ ഒരു നിലയും വിലയും നീ ഒന്ന് ആലോചിക്കണം. ഇത് കഴിയുമ്പോഴത്തേക്ക് കൊണ്ട് വെക്കണോന്ന്. അല്ലെ നിങ്ങളത് നീട്ടുന്ന പൈസ മൊത്തം എനിക്ക് തരണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല അത്. എന്റെ അണ്ണൻ പറഞ്ഞ ഞാൻ അങ്ങ് തരുവണ്ണ. എന്റെ അണ്ണൻ ഒരു കാര്യം പറഞ്ഞ അങ്ങനെ ഇപ്പൊ വേണോ തോന്നി കഴിഞ്ഞാൽ ഞാൻ തരുവണ്ണ. അതല്ല ആ കൊച്ചു ജോലി എടുക്കുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്ന അമ്പത്തൂര്? കേട്ടോ കൊച്ചി നീ പറഞ്ഞ കേട്ടോ കേട്ടോ. എനിക്ക് അല്ലേലും എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അമ്പത്തൂര്. അല്ലാതെ തന്നെ ഞാൻ ഐലസ് ചെയ്യണം. ശബ്ദം കേട്ടത് എടാ, എനിക്ക് ഇടയ്ക്ക് ഒരു വൃത്തിയുടെ ശബ്ദം കേട്ടറാ. എടാ നമ്മളെ മറ്റേ വില്ലുമോന്റെ പോലത്തെ ഒരു വൃത്തിയുടെ ശബ്ദം എനിക്ക് കേട്ടറാ അതിന്റെ ഇടയില്. AKMH ബ്രോ താങ്ക് യു ഫോർ മെമ്പർഷിപ്പ്. അതേപോലെ ലേഞ്ഞാൻ അതിലൊരു താങ്ക് യു ഫോർ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം കേട്ടോ.
കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മറ്റേ ഇതും കൂടെ എടുക്കുന്നുണ്ട് പനി. ഡിസ്കോഡിലായിരിക്കും അതാ. ഇവിടെ ഇത് കുറെ ഉണ്ടാ ഇത് എത്ര പെട്ടി ഇത് പെട്ടതാട്ട് ഷുർ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റോബറി വേണം എനിക്ക്. എടാ അമ്പത്തൂര് നിനക്ക് ഞാൻ ഒരു ചലഞ്ച് തരാം. അമ്പത്തൂര് നീ ചെയ്യാൻ റെഡിയാണോ? അമ്പത്തൂര് എന്തിനാ എല്ലാത്തിനും ഒപ്പിടുന്നു? അമ്പത്തൂര് നിനക്ക് ഞാനൊരു ജോലി തരാം, പക്ഷെ ഒരു ചലഞ്ച് തരാം. നീ റെഡിയാണോ? ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞാനിവിടെ ഇപ്പൊ റോബറിക്കോ നിനക്ക് നീ ഞാനിവിടെ റോബറിക്കോ ആ റോബറി നമ്മള് പോലീസ് നമ്മളെ സംസാരിച്ച് നമ്മള് ഊരണം. കേക്കാമോ? ഊരിയാ നിനക്ക് 500 രൂപ തരും. ഓക്കെ എന്നാ പെട്ടെന്ന് തീർന്നിട്ട് എന്താ റോബറി ആണെന്ന് കൂടി പറഞ്ഞു. എന്തിന് മണി വീസിയിലാണെന്നാ ഫുഡില്ലടാ എന്റെ കഴിക്കണ്ടേ? കാർഡിയൊക്കെ റസ്റ്റൊന്നും കഴിച്ചിട്ട് ഫുഡ് കൂടുന്നില്ല. 50 കുഴഞ്ഞോടി ചത്തു തോന്നുന്നു കേട്ടാ. ആച്ചേ ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. അമ്പത്തൂരിന് കിണ്ടപ്പെട്ട് കണക്ഷൻ ടൈം കിട്ടുന്നു. പത്തൂര് ഇപ്പൊ കയറി വരുമായിരിക്കും. താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. അതിലെ നിഷാം ബ്രോ താങ്ക് യു ഫോർ ദ അപ്ഗ്രേഡ് ടു ഗോൾഡ് ലെവൽ മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച്. നമ്മള് മെമ്പർഷിപ്പ് പോലെ ആയില്ല, ഭയങ്കര മോശം. കഴിഞ്ഞ വട്ടമൊക്കെ മെമ്പർഷിപ്പിന്റെ ഗോൾ ഇട്ടപ്പോഴത്തേക്ക് 100 മെമ്പർഷിപ്പ് ഒക്കെ പോയാൽ വഴി അറിയില്ല. 100 മെമ്പർഷിപ്പ് പോലും ആയില്ല, ഭയങ്കര മോശം. മഞ്ഞ് മേടിക്കാൻ കിട്ടും സ്റ്റോറിൽ ഫുഡ്. എടാ എനിക്കിത് മാറ്റണം കേട്ടോ, എൻ്റെ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ അമ്മ കിട്ടും. കേക്കാ എടാ നീ ഡിസ്കൗണ്ട് ഇല്ല? ഇല്ല ഞാൻ കത്തിയില്ല നീ കയറുന്ന പൈസ മേടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചു പണി എടുത്തു കേട്ടാടാ. അപ്പത്തൂര് ചുമ്മാ തള്ളണ്ട കേട്ടാ, അവരുടെ ഗ്യാങ്ങന്തിരിയാണ് കേട്ടാ. പക്ഷെ അറിയേ സഹോദര പെങ്ങളെ വെറുതെ നിർത്താൻ പണിയെടുത്ത ചേട്ടനും ജീവിക്കാൻ പറ്റുന്ന പറയേണ്ട രീതി പറഞ്ഞില്ലെങ്കിലും റേഡിയോ 81 ലുട്ടാപ്പി കയറി നിൽക്കുന്നു. ഹലോ ബ്രോ, ഇത് ഈ റേഡിയോയിൽ എങ്ങനെ അറിയും? അതെ കത്തി എന്തിനാണ് കേട്ടില്ല അമ്പത്തൂർ കത്തി അമ്പത്തൂര് പേര്. ഞാൻ പറയട്ടെ, ഇത് ചേനങ്കാട്ടി എല്ലാവർക്കും ചെയ്താലും പ്രത്യേകിച്ചൊന്നും കിട്ടൂല. 4 പേർക്ക് ഇതിപ്പോ തീർക്കണ്ടേ? എന്തായാലും തീർക്കണ്ടേ, തിരിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ചെയ്തതിന്റെ അത്രയും കിട്ടും. വേറൊരു പ്രശ്നമുണ്ട്, തീർന്നില്ല, എല്ലാം തീർന്നല്ലോ. ഇല്ല താഴത്തെ 2 100 ആക്കണം. അതല്ല ഇപ്പൊ വേറെ ഇതിപ്പോ എന്തിനാണ് എങ്ങനെ ഇതിപ്പോ തിരിച്ചു പോയാലേ നമ്മള്? തിരിച്ച് ബോട്ട് പറ്റത്തില്ല. പറ്റുമല്ലോ. ആണല്ലേ, എന്നാ തിരിച്ചുകൊണ്ട് കൊടുക്കാം. അതല്ല ഞാൻ അതല്ല പ്രശ്നം. ബോട്ട് പോയെന്ന് അതല്ലേ ഞാൻ ബോട്ട് ആരെടുത്തോട്ട് പോയി? പോയി. ഇനി തിരിച്ച് നീന്തി പോയി അവിടെ ഈ നെക്കി ഇത് കൊടുത്ത 10 ലക്ഷം പെനാൽറ്റി. പിന്നെ അപ്പൊ കയ്യിലുള്ള പൈസ അക്കൗണ്ട് കൊടുക്കാനാണ് ഇവിടെ വന്നത്. റോസിനെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ ഇപ്പൊ പൈസ അങ്ങനെ ഇപ്പൊ പൈസ നഷ്ടം വരാത്ത രീതി എന്ത് ചെയ്യാൻ പറ്റും? അത് പറ. ഒന്നും ചെയ്യാനില്ല. ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ അവിടെ കൊണ്ടുപോയി 10 ലക്ഷം പെനാൽറ്റി, അപ്പൊ നമുക്കൊന്നും കിട്ടത്തൂല്ലേ? ഇല്ല. വേറെ പരിപാടി ഉണ്ട്.
ഞാൻ എനിക്കപ്പോ ഞാൻ ഈ നിൽക്കാതെ ആ പരിസരത്തോടെ പോകണില്ല. എനിക്ക് 10 ലക്ഷം കളയാതെ നേരെ പോയാ പോരെ. ബ്രോന്റെ അടുത്ത് ഈ ജോബ് ചെയ്യാൻ ആരാ പറഞ്ഞു? 50 ജന്മത്തെ വിശ്വസിക്കുക. അവനെ വെറുതെ ഞാൻ മൊത്തം വെപ്പിക്കല്ലേ. 50 100 ഇറങ്ങിയാണ് ഇവിടെ. ഇത് തിരിച്ച് ബോട്ടൊക്കെ പോയെന്ന്, ബോട്ടൊക്കെ കൊണ്ടുപോയത് ആൾക്കാര്. വോട്ടും കൊണ്ടുപോയാ തിരിച്ചു ഞാനല്ലേ പക്ഷെ ഓടിച്ചത്. സൂപ്പർ. ഇതിന്റെ ഒരു കുറവുള്ളായിരുന്നു. എടാ നമ്മള് എവിടെ ഇറങ്ങുന്നല്ല അത് പറ. മുതുക്കി ഇറങ്ങിട്ട് എന്തിനു ചെയ്യാൻ? കപ്പലെ കൊണ്ട് പോയി ഇവിടെ കിടന്ന്. എടാ കപ്പൽ അടിച്ചു പോയെന്ന്. അല്ലല്ല കപ്പലൊക്കെ ദേ പോന്ന്. ഇപ്പൊ എവിടെ മുതുക്കി ഇറങ്ങാനാ? അയ്യാ സർബത്തെ നമ്മുടെ കപ്പലല്ലേ പോയത്. ലാസ്റ്റ് ലൊക്കേഷൻ ഇട്ട് വരട്ടെ ഞാൻ. അണ്ണാ വരല്ലേ, അവള് വെള്ളത്തിൽ നീന്തിട്ട് വരും. പെണ്ണ് പോയല്ലേ? പെണ്ണ് ചെറുക്കന് പൈസ കൊണ്ട് ഞാൻ സർബത്ത് ചത്താണ്ട് ഇവിടെ കിടക്കും. ഇവിടെ സർബത്തെ സർബത്തെ റെഡിയില്ലോ. അതെങ്ങനെയാണ് ഞാൻ കപ്പല് മേടിക്കാൻ പോയപ്പോ അണ്ണ എന്നെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കില്ല. അതുകൊണ്ട് ഞാൻ കപ്പല് മേടിച്ചില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല കൊച്ചിങ്ങനെ ആയിരിക്കും അത്. അവളെ കണ്ടറിഞ്ഞൂല ക്യാമറ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ക്യാമറ. അങ്ങനെയല്ല അമ്പത്തൂര് നല്ല പെൺപിള്ളേരുണ്ട്. നോട്ട് മീ ബ്രോ, താങ്ക് യു ഫോർ ദാറ്റ് 10 മെമ്പർഷിപ്പ്. ഏതാ എന്നാലും എന്നാലും ഒരു പെങ്കൊച്ച് ഇവിടെ ഒരാളെ ചേട്ടാതൊക്കെ വിളിക്കുമ്പോ ഒരു റെസ്പെക്റ്റോടുകൂടി എത്ര സ്നേഹത്തോട് വിളിക്കുമ്പോ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. എന്നാ ഈ സ്നേഹിച്ച് പിന്നീന്ന് കൊണ്ടുവന്ന കട്ടപ്പയാണ് പെണ്ണുങ്ങള്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കൊച്ചിൽ നിന്ന് അങ്ങനെ ഫീൽ ആയി. ഞാൻ ചോദിച്ചാൽ അവള് പൈസ കൊണ്ട് കാമുകരായിട്ട് അവള് ഫോട്ടോ എടുത്തു. വലിയ കഷ്ടം. നീ ഒരു കാര്യം ചെയ്യും. നീ ഇപ്പൊ എവിടേക്കെന്ന് പറയാം, ഞാൻ അവിടെ തരാം. എവിടെ സർബത്തിന്റെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നേ ഉള്ളു എപ്പോഴും. നീ അവൻ വെള്ളത്തിൽ പോയി ഒരു വടമെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നീ യൂണിവേഴ്സിറ്റി നാളെ കേൾക്കാം. ഇന്ന് അപ്പല്ല നാളെ. ആ റോബറി ചലഞ്ച് 500 rupees ആ പെൺകൊച്ചിന് കൊടുത്തേക്ക് കറക്റ്റാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് നേരത്തെ ഒരു ചലഞ്ച് തന്നോർമ്മ വേണ്ട? റോബറി ചലഞ്ചിന് 500 രൂപ. 500 ആ പെൺകൊച്ചിന് കൊടുക്കുന്നതിന് അല്ലത് ഇപ്പൊ. അല്ല ആ പെണ്ണ് നല്ല റോബറി ആയിരുന്നു കേട്ടാ. പൈസയും കൊണ്ട് പോയി. എടാ നീ എവിടെ ഇപ്പൊ അമ്പത്തൂര് ഒന്ന് വരൂ നീ? എടാ എനിക്ക് സി വൈസ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹലോ ഹലോ. ആ അപ്പാ എവിടാ തിരക്കേത്? ഞാൻ തന്നെ ഇവിടെ ഒരു ജോലിന്നും പറഞ്ഞ് അമ്പത്തൂര് എന്നെ കൊണ്ടുവന്ന് എന്നെ ഇട്ട് ഇവിടെ പാട് പഠിപ്പിക്കുന്നു. ഇവിടെ പൈസ ഉണ്ടാക്കാൻ വഴി എന്ന് പറഞ്ഞ എന്നതാണ്. ഒന്നും നടക്കാത്ത അവസ്ഥയായി. അല്ല ഏത് ജോലിക്ക് അമ്പത്തൂര് കൊണ്ടുപോയ സർക്കാര്? എനിക്കറിയൂടെ കുറെ കണ്ടെയ്നറിൽ നിന്ന് കുറെ സാധനം എടുത്ത് പെട്ടിട്ട് ബോട്ട് വെച്ച് ബോട്ട് കൊണ്ടുപോയി അപ്പുറത്ത് ഇറക്കി അവിടെ നിന്ന് സാധനം എടുത്ത് പിന്നെ കിലോ ആ അവിടെ 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 കൊണ്ടുപോയി വൈരാഗ്യമുണ്ട് സർക്കാരോട്. ഇല്ലെങ്കിൽ ആ പണിക്ക് കൊണ്ടുപോകുന്നില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി ഉള്ള ജോലി പറഞ്ഞാടാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പണിയാണിത്. മനസ്സിലായ? ഇത് എനിക്ക് തോന്നുന്നു സർക്കാർ ഗാങ് ഫണ്ട് ചോദിച്ചാൽ അവരെന്താ പണിയാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ആണല്ലേ? ഓ നല്ല പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇല്ലെങ്കിൽ ഓയിൽ ഇറക്കി കൊണ്ടുപോകാനും അയ്യോ ശത്രുക്കളെ പോലെ ഞാൻ കൊണ്ട് ആണല്ലേ? അപ്പൊ ആദരപ്പാപ്പ അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞത് അതല്ല അല്ലാതെ നടക്കേ അത് അങ്ങനെ ഇതെന്താ നടക്കേത് ഒരു കാര്യം അല്ല അങ്ങനെ ഒരു അർത്ഥം ഇല്ലേ ഡൗട്ട്. അല്ല അങ്ങനല്ല നമ്മളെ ശത്രുക്കളെ പോലെ നമ്മൾ ആ കുഴി കൊണ്ട് കാണിക്കത്തുള്ളത് മനസ്സിലായില്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ഞാൻ ഇവിടത്തെ വലിയല്ലേ പയ്യ നല്ലത് അടിച്ചു പോയി ഒരു വട്ടം. എന്താ ഞാൻ ആണോ? പിന്നെ പൈസ കിട്ടത്തില്ല നോക്കണ്ടേ? പോയി പോയി പൈസ പോയി. പൈസ ഒരു പെണ്ണ് കൊണ്ടുപോയതാണ് ഞാൻ അറിഞ്ഞത്. എന്റെ കൂടെ ജോലി പറ്റി ഷെയർ ഇട്ട് ചെയ്യാൻ ഒരു പെണ്ണ് ഒരു പയ്യനുണ്ടായിരുന്നു. കൊണ്ടുപോയതാണ്. ഓ അത് പോയപ്പോ വിട്ടായിരുന്നു. ഒരു കാര്യം തിരക്കാണോ നിൽക്കുന്നേ? ഞാൻ ഇപ്പൊ മറ്റേ അവിടെ തന്നെ ജോലി കയറുന്നതിന്റെ അവിടെ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുതുക്കി വരാം. അത് വാസമോന്റെ ബ്രോക്കോ കളറായതാ?